അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ അടുത്ത് മരിച്ചുപോയ നഈം ഫൈസി ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്ത അപകടത്തിൽപ്പെട്ടിരുന്ന അവരുടെ കൂട്ടുകാരൻ ജുനൈദ് ഫൈസി ഉസ്താദും നാദനിലേക്ക് മടങ്ങി എന്ന വാർത്ത വളരെ വിഷമിപ്പിക്കുന്നതാണ്. 2024 ഡിസംബർ 28-നായിരുന്നു ജാമിയ നൂരിയയിൽ നിന്ന് സനദ് വാങ്ങാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് നഈം ഫൈസി ഉസ്താദ് വിട പറഞ്ഞത്. കേരളമാകെ ഈ വാർത്ത കേട്ട് വളരെ വിഷമിച്ചതാണ്. ഖുർആൻ ഹാഫിളും സംഘാടകനും പാട്ടുകാരനുമായ നഈം ഫൈസി ഉസ്താദിൻ്റെ വേർപാട് സങ്കടത്തോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് കേൾക്കുന്ന വാർത്ത ഉസ്താദിനോടൊപ്പം യാത്ര ചെയ്ത പരിക്കേറ്റ് ഹോസ്പിറ്റലിലായിരുന്ന ഉസ്താദിൻ്റെ ഉറ്റ സുഹൃത്ത് ജുനൈദ് ഫൈസിയും യാത്രയായി എന്നാണ്. പടച്ചവൻ അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കട്ടെ. 6 പേരടങ്ങുന്ന സുഹൃത്തുക്കൾ ഊട്ടിയിലേക്ക് യാത്ര പോയി മടങ്ങി വരുന്ന വഴിയിലാണ് ബൈക്ക് അപകടമുണ്ടായത്. ഈ സംഭവത്തിൽ നഈം ഫൈസിയെയും ജുനൈദ് ഫൈസിയെയും ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും പിറ്റേ ദിവസം നഈം ഫൈസി വിട പറഞ്ഞു. ജുനൈദ് ഫൈസി ഉസ്താദിന്റെ മരണത്തിനെ കുറിച്ച് അവരുടെ ഉസ്താദ് സിയാഉദ്ദീൻ ഫൈസി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇന്നാ ലില്ലാഹ്. ജുനൈദ് ഫൈസിയും വിട പറഞ്ഞു. അപകടത്തിൽ സാരമായ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഇതേ അപകടത്തിൽപ്പെട്ട കൂട്ടുകാരൻ ഹാഫിൾ നഈം ഫൈസി ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. ഇരുവരും ആത്മമിത്രങ്ങൾ. നഈമിന്റെ മരണം ജുനൈദിനെ അറിയിച്ചിരുന്നില്ല. ചികിത്സയിൽ പുരോഗതി ഉണ്ടായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ജുനൈദ് വിട പറഞ്ഞത്. ഹാർട്ട് അറ്റാക്കാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഈ വർഷം സനദ് വാങ്ങേണ്ട ഫൈസിമാരായിരുന്നു നഈമും ജുനൈദും. ഇരുവരുടെയും പരലോക ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ദുനിയാവിൽ ഉണ്ടായിരുന്നത് പോലെ ഇരുവരെയും സ്വർഗത്തിൽ അവൻ ഒരുമിപ്പിക്കട്ടെ. അവരുടെ ഉസ്താദ് സിയാഉദ്ദീൻ ഫൈസിയുടെ കുറിപ്പാണിത്. അപകടനില തരണം ചെയ്ത് സംസാരിക്കാൻ സാധ്യമായി കാണാൻ വരുന്നവരോടൊക്കെ എൻ്റെ ഉറ്റ സുഹൃത്ത് നഈമിനെ കുറിച്ചായിരുന്നു ചോദ്യം. എന്നാൽ നഈം ഫൈസിയുടെ മരണത്തെക്കുറിച്ച് അവനെ അറിയിച്ചാൽ അവനെ മാനസികമായി ബാധിക്കും എന്നതുകൊണ്ടാവാം ഇക്കാര്യം മറച്ചു വെച്ചത്. എന്തൊരു വിഷമമുള്ള വാർത്തയാണ്. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചിറകിലേറ്റി നല്ല വിദ്യാഭ്യാസവും നേടി ജീവിതം തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു അപകടം. ജീവിതകാലത്ത് തൻ്റെ ഉറ്റ സുഹൃത്ത് മരിച്ചതറിയാതെ ഇപ്പോൾ ജുനൈദ് ഫൈസി അത് അറിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. അവർ ഇരുവരും നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തി യാത്രയായി. എന്നാൽ അവരുടെ ഓർമ്മകൾ ഇന്നും ബാക്കിയാണ്. പടച്ചവൻ ഇരുവർക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ.